ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മളിന്ന് കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി അപ്ഡേറ്റ് മിസ്സായിരുന്നു. കുറച്ച് ടെസ്റ്റ് നെറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് മിസ്സായത്. അപ്പോൾ ഇന്ന് നമ്മൾ വീക്കിലി അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതുവായിട്ടുള്ള ചെയ്യുന്ന ബോട്ടുകളുടെ അപ്ഡേറ്റുകളാണ്. സോ അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ അപ്ഡേറ്റ് ആണ്. സോ ഹാംസ്റ്റർ കോമ്പാറ്റ് അപ്ഡേറ്റ് കുറച്ച് ഒരു ന്യൂസ് കണ്ടായിരുന്നു. നമ്മുടെ സിമ്പിൾ കോയിൻ അണ്ണനും പിന്നെ ബൈനാൻസ് ന്യൂസിലൊക്കെ കുറച്ച് അവരുടെ പഴയ ഇൻവെസ്റ്റേഴ്സിൻ്റെ കുറച്ച് ന്യൂസൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. എന്താണ് സത്യാവസ്ഥ എന്ന് ഇതുവരെ നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല, എന്താണ് എങ്ങനെയാണെന്നൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ Crypto.comൻ്റെ ഒരു കൊളാബറേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ ലിസ്റ്റ് ആവാനാണോ എന്താണെന്ന് കൂടി ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. സോ കളിക്കുന്നവർ കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ അത്ര ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റുള്ള കുറേ ബോട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിൽ നല്ല രീതിയിൽ ടൈം പോകുന്നത് കൊണ്ടാണ് നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തത്. നമുക്ക് ആവശ്യം പോലെ വേറെ ബോട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ കളിക്കുന്നവരാണെങ്കിൽ കളിച്ചുകൊണ്ടിരുന്നോളൂ. ആരും നിർത്താൻ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒപ്പീനിയൻ പറയുന്നില്ല. ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇഷ്യൂ വന്നത് എന്താണെന്ന് നമുക്കിതുവരെ ക്ലിയർ ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല. അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അവരുടെ ചാനലിലൊരു അപ്ഡേഷനോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. സോ ചിലപ്പോൾ അതൊക്കെ ഫോൾസ് ക്ലെയിം ആയതിനു ശേഷം എന്ത് ചെയ്യാം, ചിലപ്പോൾ അത് വീണ്ടും പവർഫുള്ളായിട്ട് മുന്നോട്ട് പോകാം. എന്തായാലും ഞാൻ എപ്പോഴും നമ്മുടെ വി സിയിലായാലും പറയാറുള്ള പോലെ ഹാംസ്റ്റർ കോമ്പാറ്റിനെ അവരുടെ ഭാഗത്തുനിന്ന് അവർ ചിലപ്പോൾ പല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും അതിനെ അങ്ങനെ തള്ളിക്കളയില്ല. കാരണം കുറേ പേര് ഈ വെബ്3 റെവല്യൂഷനിലേക്കും അതുപോലെ തന്നെ ക്രിപ്റ്റോ ഫീൽഡിലേക്കും വരാനുണ്ടായ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ണാങ്കൂത്ത് തന്നെയാണ്. സോ അവനോട് നന്ദി വേണം എന്ന് ഞാൻ എപ്പോഴും പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് അപ്ഡേറ്റ്. എന്തെങ്കിലും വേറെ ന്യൂസുകൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് നമ്മുടെ GMAയുടെ ആണ്. അപ്പോൾ കുറേ പേര് നമ്മൾ എന്താ പറയുക ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലെയിം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, സൊളാന നിങ്ങളുടെ വാലറ്റിൽ വേണ്ട വന്നു. സോ സൊളാന നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇനിയിപ്പോൾ സീസൺ 3 വരുന്നുണ്ട്. ആ സമയത്തായാലും ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നിങ്ങൾ സൊളാന വാലറ്റിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ID കാണാൻ പറ്റും, ഒരു ഈ വാലറ്റിൻ്റെ ID. സോ ആ അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ സൊളാന സെൻഡ് ചെയ്യുക. വളരെ ചെറിയൊരു എമൗണ്ട് സൊളാന മാത്രം മതി. അത് ഇങ്ങോട്ട് സെൻഡ് ചെയ്ത് എന്ത് ചെയ്യും, ഇവിടെ എത്തും. പിന്നെ അത് ഗ്യാസ് ഫീസായിട്ട് കൊടുത്തതിന് ശേഷം എന്താണ് GM ചെയ്യുക. പക്ഷേ ആ GM നമുക്ക് വലിക്കാൻ പറ്റിയിട്ടില്ല. അതവിടെ സ്റ്റേക്ക് ചെയ്ത് കിടക്കാമെന്ന് പറയുന്നത്. എപ്പോഴാണ് വലിക്കാൻ പറ്റുന്നത് ദൈവം തമ്പുരാൻ അറിയാം. എന്തായാലും വരുമ്പോൾ എന്തായാലും പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും ഭരിക്കുന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ ടാപ്പ് സ്വാപ്പിൽ ടാപ്പി ടൗൺ എന്ന സാധനം വന്നിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. ടൗൺ എന്ന് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാഷ് ഓഫ് ക്ലാൻസ് പോലെ ഒരു സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിച്ചല്ല, പക്ഷേ ഇവരെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ് കേട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാത്തതുകൊണ്ട് എനിക്കറിയാൻ പാടില്ല. സോ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് പോലെ ഒരു കാർഡ് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റേ കാർഡ് ഒന്നും ഉണ്ടാവില്ലേ. പക്ഷേ ഇവിടെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ലെഫ്റ്റ് സൈഡ് മേലേക്കായിട്ട് വർക്കേഴ്സ് എന്ന് കാണാൻ പറ്റും. സോ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്താ വെച്ചാൽ ഒരു ബിൽഡിങ്ങിൻ്റെ മേയറാണ്, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ നമ്മൾ ഹാംസ്റ്റർ കോമ്പാറ്റിൽ CEO എന്ന് പറയില്ലേ, അതുപോലെ ബിൽഡിങ്ങിനല്ല കേട്ടോ, ഈ ഒരു ടൗണിൻ്റെ മേയറാണ് നിങ്ങൾ. സോ മേയറോ അല്ലെങ്കിൽ ആ ടൗണിനെ നോക്കുന്ന ഒരാൾ. സോ അത് ബിൽഡ് ചെയ്യാനായിട്ട് എന്ത് വേണം, നിങ്ങളുടെ കീഴിൽ വർക്കേഴ്സ് വേണം. ഈ വർക്കേഴ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഈ കാണുന്ന ഓരോ ചെറിയ ചെറിയ ബിൽഡിങ്സൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് വേണം വർക്കേഴ്സ് വേണം. സോ ഇവിടെ കാണുന്ന ഈ വർക്കേഴ്സിനെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ജെംസ് വേണം. ഈ ജെംസ് നമുക്ക് ഇവിടെ കളിച്ച് കിട്ടും. ഇത് കളിച്ച് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കിട്ടും. അത് പോരാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കാശ് കൊടുത്ത് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ബട്ടൺ നോക്കി എന്ത് ചെയ്യാം, കാശ് കൊടുത്ത് മേടിക്കാം. ദയവ് ഇത് മേടിക്കരുത്, പൈസ കൊടുത്തൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. സോ പൈസ കൊടുക്കാതെ എന്ത് ചെയ്യുക, നിങ്ങൾ കളിച്ച് കിട്ടുന്ന ഇങ്ങനത്തെ ജെംസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഒരു വർക്കർ കൂടി മേടിച്ചിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്. ഇപ്പോൾ നമ്മൾ തോനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ബിൽഡിങ്ങിൻ്റെ പ്രൈസ് തന്നെ 8 യൂട്യൂബ് കോയിൻസ് ആണ്. സോ ഈ യൂട്യൂബ് കോയിൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ടാസ്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു വീഡിയോ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ സ്റ്റാർട്ട് മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോ കിട്ടും. ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വരുന്ന ടാസ്കുകൾ വരുമ്പോൾ എന്താ വെച്ചാൽ എല്ലാ വീഡിയോ ഞാൻ ഓണാക്കിയിടും. എൻ്റെ എല്ലാ വീഡിയോ ഓണാക്കിയതിന് ശേഷം ഓരോ വീഡിയോ തുറക്കും, എന്നിട്ട് സ്റ്റാർട്ട് മിഷൻ കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, വാച്ച് ചെയ്യും, എന്നിട്ട് അടുത്തെടുക്കും, വാച്ച് ചെയ്യും, എന്നിട്ട് പിന്നെ ചിലപ്പോൾ കുറേ നേരം കാണുന്നതൊക്കെ അവിടെ കാണാൻ പറ്റും. അടുത്തില്ല, ഞാൻ എപ്പോഴോ ചെയ്തിട്ടോ. അതിനുശേഷം ഞാൻ വെച്ചാൽ ട്വിറ്ററിൽ പോയിട്ട് ടാപ്പ് സ്വാപ്പ് സ്പേസ് മേക്ക് മണി ഓൺ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മേക്ക് മണി എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോഡ് ആരെങ്കിലും ഒക്കെ ഇട്ടുണ്ടാവും. കോഡുള്ള സാധനമാണെങ്കിൽ ഇപ്പോൾ ഇതിന് കോഡുണ്ട്, പക്ഷേ ഇതിന് എന്തായാലും കോഡ് ഉണ്ടാവില്ല, വെറുതെ വീഡിയോ കണ്ടാൽ മതി, ആ സമയം കഴിഞ്ഞാൽ വർക്കാവും. സോ അങ്ങനത്തെ കോഡുകൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് കോഡ് എടുക്കുന്നു, അടിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് ചിലപ്പോൾ ഒരു 10-20 വീഡിയോസിന് അടിച്ചു കൊടുക്കും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ വീഡിയോ വരുമ്പോൾ, അതായത് ഒരു ദിവസം ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ കൂടുമ്പോൾ ഇത് എടുത്ത് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, എന്തെങ്കിലും വല്ല യൂട്യൂബ് ടാസ്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഓപ്പൺ ആക്കി ഇടുക, എന്നിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും അടിച്ചാൽ മതി. അല്ലാതെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആകെ നിങ്ങൾക്ക് ഇവിടെ 4 സ്ലോട്ട് മാത്രമേ ഉള്ളൂ. സോ ഈ 4 കംപ്ലീറ്റ് ആയാൽ മാത്രമേ അടുത്ത് തുറന്നു വരുള്ളൂ. സോ അതുകൊണ്ട് എപ്പോഴും 4 എപ്പോഴും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്ത് വീഡിയോ ഓപ്പൺ ആക്കി വയ്ക്കുക. അല്ലാണ്ട് ഇതിപ്പോൾ 4 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നീട് വീണ്ടും കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് ഈ കണ്ട് തീരുന്ന വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത 4 ഓപ്പൺ ആവുള്ളൂ. സോ വരുമ്പോൾ എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കി ഇടുക, എന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും വന്നിട്ട് എന്ത് ചെയ്യുക, കോഡ് അടിച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ ഇവിടെ എല്ലാവർക്കും കണക്റ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെ ബഗ് ഉണ്ട്. എപ്പോഴും കണക്റ്റ് വാലറ്റ് കാണിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വാലറ്റ് നിങ്ങൾ കണക്റ്റ് ആയിക്കോളും. പിന്നെ ഈ ടൗണിലെ കേസ് പറഞ്ഞ് മനസ്സിലായി വിചാരിക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ഞാൻ ഇപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും,
ഇവിടെ ലെവൽ 4 ആക്കണമെന്നുണ്ടെങ്കിൽ ടു ദ മൂൺ എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യണം, ലെവൽ 7 ആക്കണം. ലെവൽ 7 ആക്കിയാൽ മാത്രമാണ് ഇത് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ 24,000 ടാപ്പ് കോയിൻസ് എന്ത് ചെയ്യണം, കൊടുത്താൽ മാത്രമാണ് ഈ ഒരു ടൗൺ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുപോലെ ഓരോന്നിനും ഓരോ ലെവൽസ് ഉണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 4150 ബ്ലോക്കാണ് നമുക്കിവിടെ പ്രൈസായിട്ട് അവിടെ കൊടുക്കുന്നത്. പ്രൈസായിട്ട് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടത്. സോ ഞാൻ വെറുതെ അപ്ഗ്രേഡ് നോക്കി നമുക്കൊന്ന് കാണാൻ പറ്റും. ഇത് അപ്ഗ്രേഡ് ചെയ്തു. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് 2 മണിക്കൂർ കൊണ്ട് ഇത് ടോട്ടൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. സോ അത് സ്പീഡപ്പ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, 16 ജമ്പ് എടുത്താൽ മതി. ഞാൻ സ്പീഡപ്പ് ചെയ്യാറൊന്നുമില്ല. ഇവിടെ നമുക്ക് ഒന്ന് കാണാം. ഇപ്പോൾ ഞാൻ ഇവിടെ വർക്കേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ ഒരു വർക്കറോട് ആക്ടിവേറ്റ് ചെയ്യാൻ കാണാം. അടുത്ത വർക്കർ എന്ത് ചെയ്യണം, ആക്ടിവേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അടുത്ത വർക്കർ ഇടണം. അങ്ങനെ 3 വർക്കർ മാത്രമാണ് എനിക്ക് എന്തുള്ളൂ കറൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 800 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, ഒരു വർക്കറോട് കിട്ടും. അടുത്ത വരുമ്പോൾ ഞാൻ നോക്കാം എന്താ ഇനി ജെംസിൻ്റെ ഉപകാരം എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, വർക്കറിനെ ആക്ടിവേറ്റ് ചെയ്ത് ഓരോന്നും അപ്ഗ്രേഡ് തരാൻ നോക്കുക. മാക്സിമം അപ്ഗ്രേഡ് തരാൻ നോക്കുക. ഇതെന്തായാലും എന്തെങ്കിലും നല്ല ക്രൈറ്റീരിയ ആയിട്ടൊക്കെ വരും. ചിലപ്പോൾ ഇതിന് യൂട്യൂബ് കൊമേഴ്സ് വേണമെന്നല്ല പറയണേ, ഈ ബ്ലോഗ്സ് നമുക്ക് ഇവിടെ എത്ര കിട്ടുന്നുള്ളത് പെർ അവറും അതുപോലെ തന്നെ ടോട്ടൽ എത്ര ആണെന്നുള്ളത് ചിലപ്പോൾ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, എന്തായാലും ചെയ്യാം. പിന്നെ ഇവിടെ സ്വാപ്പ് നിന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്കിവിടെ സ്വാപ്പ് നിന്ന് എന്താ അറിയാം, ഒരു കോയിൻ മറ്റൊരു കോയിനിലേക്ക് മാറ്റാത്തേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വേണമെങ്കിൽ സ്വാപ്പ് നിന്ന് ഓപ്ഷൻ എടുത്ത് എന്തെങ്കിലും ചെയ്തോ. പക്ഷേ ഞാൻ ഇതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ടണ്ണിൽ ബാലൻസ് ഉണ്ടെങ്കിൽ കൂടി ഒന്നും ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുള്ള ചെയ്തോ കേട്ടോ. അടുത്ത അപ്ഡേറ്റ് പറയാനുള്ളത് നമ്മുടെ വേംഫയറിൻ്റെ ആണ്. സോ വേംഫയറിൻ്റെ കുറേ പേർക്ക് സ്പിന്ന് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ കുഴപ്പമില്ലാത്ത ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഫ്രീ സ്പിന്ന് എപ്പോഴും അവൈലബിൾ അല്ല. അതുകൊണ്ട് $1 കൊടുക്കണം നമുക്ക് സ്പിൻ ചെയ്യാനായിട്ട്. പക്ഷേ $1 കൊടുത്താൽ തന്നെ 4-5 സ്പിന്ന് മാത്രമാണ് $1 കിട്ടുക. സോ അത് വർത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ ഇറക്കി വയ്ക്കുക. എപ്പോഴും ഈ വരുന്ന സ്പിന്നിന് $1 കൊടുത്ത് അത്ര വർക്ക് ചെയ്യാൻ നിൽക്കണ്ടെന്നാണ് പറയുള്ളൂ. ഫണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഫണ്ടുള്ളവർ നിങ്ങളുടെ രീതിയിൽ ഉചിതമായ തീരുമാനം എടുത്തോളൂ. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും കൂടെ കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ടൊമാറ്റോ സാധനം നമുക്കിവിടെ കളക്ട് ചെയ്യാൻ പറ്റും. ഒറ്റ ദിവസം മിസ്സാക്കരുത്. ഡെയിലി കയറുക, വെറുതെ കളക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു വീക്ക് കഴിഞ്ഞു. ഇപ്പോൾ 2ാമത്തെ വീക്കാണ്. ഒറ്റ സ്ട്രീക്ക് മിസ്സായിട്ടില്ല. എല്ലാ ദിവസവും കയറും. വെറുതെ കയറി തന്നെ എന്ത് ചെയ്യും, നമുക്കിവിടെ ക്ലെയിം എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പൺ വേംഫയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെയും ഒരു ഡെയിലി സ്ട്രീക്ക് ഉണ്ട്. ആ ഡെയിലി സ്ട്രീക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുക. ഡെയിലി സ്ട്രീക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെയുള്ള പുഴുക്കോട്ട വന്നിരിക്കുന്നുണ്ടാവും ദേഷ്യപ്പെട്ട്. ഓക്കെ, പിന്നെ ഇവിടെ സ്പിൻ ദ വീൽ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ ഇപ്പോൾ സ്പിൻ ദ വീൽ ഫ്രീ ആയിട്ടില്ല. പകരം എന്ത് ചെയ്യണം, പൈസ കൊടുത്ത് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു സാധനം ഉണ്ട്, ക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ ക്വസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ വേംസ്റ്റെഫ് എന്ന സാധനം കാണാൻ പറ്റും. ഈ ഷെയർ വേംസ്റ്റെഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കുറിച്ചുള്ള ഒരു പോസ്റ്റ് എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ട്വിറ്ററിൽ എവിടെയും കൊണ്ടിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ലിങ്ക് എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ട് തട്ടുക. ആ ലിങ്ക് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, 5 ഫ്രീ സ്പിന്ന് കിട്ടും. പക്ഷേ ചിലവർക്കൊക്കെ ഈ 5 ഫ്രീ സ്പിന്ന് കിട്ടിയിട്ടും ചിലപ്പോൾ $1 കൊടുക്കുന്നു പറയുന്നുണ്ട്. ചിലപ്പോൾ അത് 5 ഫ്രീ സ്പിന്ന് കറക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഫ്രീ സ്പിൻ വരുന്ന സമയത്ത് മാത്രമേ കറക്കാൻ പറ്റുള്ളൂ. സോ എനിക്ക് ഇതുവരെ കിട്ടിയുള്ള സ്പിന്നുകളിൽ നിന്ന് കിട്ടിയുള്ള ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിഫ്റ്റ് അല്ലെങ്കിൽ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് മേലെ കാണുന്ന 4825 എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അസറ്റ് ഇവിടെ കാണാൻ പറ്റും. ഈ അസറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ 500 വേംഫയർ ടോക്കൺ, ഇവർ ഒറിജിനൽ ടോക്കൺ, പിന്നെ API വൈച്ചസ്, പിന്നെ $28 വാല്യൂ ഉള്ള ബോൺസ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള സ്പിൻ ചെയ്ത് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ. ചിലപ്പോൾ കുറേ പേർക്ക് ഇതിനേക്കാളും കൂടുതൽ നല്ല ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. 1500 ഒക്കെ വേംഫയർ ഒക്കെ ടോക്കൺ കിട്ടിയവർ ഒരുപാട് പേരുണ്ട്. സോ അവരൊക്കെ എന്തായാലും ചെയ്യുക. മാക്സിമം ഫ്രീ സ്പിന്ന് വരുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ വഴി എന്തായാലും പറയാൻ നോക്കാം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പും വഴിയും പറയാൻ നോക്കാം. അപ്പോൾ എന്തായാലും അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് വയ്ക്കുക. എന്നാലും നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ കിട്ടുകയുള്ളൂ. അടുത്ത യെസ്കോയിൻ്റെ അപ്ഡേറ്റ് ആണ്. സോ യെസ്കോയിൻ്റെ അപ്ഡേറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തുടക്കം കാണാൻ പറ്റും. നിങ്ങൾ എത്ര ദിവസമായി ഇത് കളിച്ചിട്ടുള്ളത്, പിന്നെ എത്ര പോയിൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര ആൾക്കാർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. അതിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു ലെവൽ കിട്ടും. എൻ്റെ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 7 ആണ്. ഈ ലെവൽ 7 കൊണ്ട് എന്തോ ഉപയോഗം അറിയില്ല. പിന്നെ അവർ UI ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസം എടുത്ത് കഴിഞ്ഞാൽ അവർ ഓരോ വീഡിയോ ഡെയിലി ടാസ്കുകൾ കുറച്ചുണ്ട്. ആ ഡെയിലി ടാസ്കൊക്കെ മാക്സിമം എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. കാരണം എന്ന് വെച്ചാൽ ഡെയിലി ടാസ്ക് എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും വാല്യൂസ് ഉണ്ടാവും. ചിലപ്പോൾ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ക്രൈറ്റീരിയ ആയിട്ടൊക്കെ വന്നേക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ യെസ്കോയിൻ്റെ ഇവിടെ സ്കിൻ ഉണ്ട്. ആ സ്കിന്നിൽ ഓരോ ദിവസം ഓരോരുത്തർ വരുന്നുണ്ട്. അപ്പോൾ ആ വരുന്ന സ്കിന്നുകളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് വെക്കുന്നതാണെങ്കിൽ മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതെല്ലാം ഫിനിഷ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇവിടെ പുതിയതായിട്ട് അപ്ഡേറ്റ് വന്നുള്ള പിന്നെ ഇവിടെ ഒരു മൈ ലവ് എന്ന സംഭവം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് വരാൻ പോകുന്നത് വന്നത് എയർ ഡ്രോപ്പിൻ്റെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആയിരിക്കും. ഓൾറെഡി മറ്റവരായിട്ട് നമുക്കൊരു ചെറിയ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരായിട്ട്, നമ്മുടെ വൈറ്റ് യെസ്കോയിനായിട്ട്. പക്ഷേ അത് സോർട്ട് ഔട്ട് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോർട്ട് ഔട്ട് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ യെസ്കോയിൻ്റെ ഒരു ലിസ്റ്റിംഗ് പ്രതീക്ഷിക്കാം. നോട്ട് കോയിന് ശേഷം പെട്ടെന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തിരുന്ന 2 പ്രൊജക്റ്റ് ആയിരുന്നു, യെസ്കോയിനും അതുപോലെ തന്നെ ടാപ്പ് സ്വാപ്പും. സോ അത് രണ്ടും വലിയ കുഴപ്പമില്ലാണ്ട് ചതിക്കില്ല എന്ന് തന്നെ വിചാരിക്കാം.
അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ കോയിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. സോ സിമ്പിൾ കോയിനിലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു ടാബ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബൂസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ സാധനം കാണാൻ പറ്റും. മൈ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറേ പേര് നോക്കിയെന്നറിയില്ല. നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റ് ത്രൂ നമ്മൾ ഒരു ദിവസം ഫിനിഷ് ചെയ്യാൻ നോക്കിയതാണ്. കുറേ പേര് ഫിനിഷ് ചെയ്തു. ഇത് ഓരോ കളക്ഷൻസ് നമുക്ക് കിട്ടും. എനിക്കിവിടെ ആകെ ഈ ഇൻട്രസ്റ്റും ബ്ലോക്ക് ചെയിനിൽ ഒരു സാധനം കൂടി മാത്രമേ ഉള്ളൂ. ഓരോ കാർഡുകളാണത്. സോ ഈ ഓരോ കാർഡുകൾ കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്രൈറ്റീരിയ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് അതിന് ശേഷം നമ്മൾ നല്ല വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത്. ഇത് ഓരോന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാർഡുകൾ കംപ്ലീറ്റ് ആകുമ്പോഴായിരിക്കും ചില ലെവൽസ് കംപ്ലീറ്റ് ആവുക. സോ നിങ്ങൾ ഏത് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു കളക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ അൺക്ലെയിംഡ് കാർഡ്സ് കൊണ്ട് കാണാൻ പറ്റും. സോ എല്ലാ കാർഡുകളും എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലെയിം ചെയ്ത് പോവുക. ഇപ്പോൾ ഇവിടെ കണ്ടില്ല അൺക്ലെയിംഡ്, അത് തുറന്ന് ക്ലെയിം ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ഒരു സ്പിന്നിൻ്റെ അവിടെ കാണുന്ന ഈ സാധനം ഇങ്ങനെ മൂവ് ചെയ്യുള്ളൂ. കണ്ടില്ലേ, ഇവിടെ ഒരു സംഭവം കണ്ടില്ലേ, അതിങ്ങനെ മൂവ് ചെയ്യുന്നപ്പോഴാണ് നിങ്ങൾ ഓരോന്ന് ക്ലെയിം ചെയ്ത് വരുമ്പോൾ എനിക്കിവിടെ ഇങ്ങനെ ഒരു കോയിനോട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാപ്പ് ചെയ്ത് കിട്ടുന്ന പോയിൻറ്റ്സ് ആണ്. അതായത് ഹോമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇത്ര ടാപ്പ് 5000 ടാപ്പാണ് കംപ്ലീറ്റ് ആകും. പക്ഷേ എൻ്റെ പെർസെൻറ്റേജ് ഒരു ടാപ്പിന് 300-400 പോകുന്നത് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറേ നാൾ എടുക്കായിരിക്കും. അതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യാനിരിക്കുന്നത്. ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷനും കാണാൻ പറ്റും. സോ ഓപ്ഷനിൽ ഇന്നലെയാണ് ഇത് കൊണ്ടുവന്നത്. ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് 19 ഓഗസ്റ്റിലാണ് ഇത് കൊണ്ടുവന്നത്. സോ അത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ടോട്ടൽ കോയിൻസിനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ഓപ്ഷൻ വയ്ക്കാം. ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെറ്റിംഗ് പോലെ, അല്ലെങ്കിൽ ബെറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു നമ്മളെന്താ പറയുക, ഒരു ലേലൊക്കെ വിളിക്കാന്ന് പറയില്ല, അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ഈ ഒരു 100 USD എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ 57 സംതിങ് എത്രയോ ഒരു സിമ്പിൾ കോയിൻ കിടക്കുന്നുണ്ട്. അയാളാണ് ടോപ്പ് നിൽക്കുന്നത്. സോ ഇയാൾക്കായിരിക്കും എന്ത് ചെയ്യുക, ഈ 100 USD ഇടുക. പക്ഷേ ഇവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോയിൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സിമ്പിൾ കോയിൻസ് പോവില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസ്തപൂർവ്വം പങ്കെടുക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ആ കോയിൻസ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അപ്ഡേറ്റ് കണ്ടത്. അങ്ങനെ തന്നെ ആയിരിക്കും ചാൻസ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ഓപ്ഷനിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്കത് വിൻ ചെയ്യാൻ പറ്റും നോക്കുക. നിങ്ങൾ വിൻ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ തീരാറാവുന്നുണ്ടോ, അപ്പോൾ ഇങ്ങനെ 49 മിനിറ്റ്സ് കൂടെ ഉണ്ട്. സോ അത് തീരാറാവുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഓപ്ഷനിൽ പങ്കെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഇവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ കൊടുത്ത കോയിൻസ് തിരിച്ച് കിട്ടുകയാണെങ്കിൽ ഈ പങ്കെടുത്തവർ തന്നെ ചിലപ്പോൾ വീണ്ടും പങ്കെടുക്കാനായിട്ട് ചാൻസ് ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു റെസ്ട്രിക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാനിതുവരെ ഒരെണ്ണത്തിൽ വെറുതെ കുറച്ച് കോയിൻസ് ഇട്ട് പങ്കെടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എയർ ഡ്രോപ്പ് വരുമ്പോൾ ഓപ്ഷനെ പങ്കെടുത്തവർക്ക് മാത്രമാണ് അങ്ങനെ ഒരു ക്രൈറ്റീരിയ വരികയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് ഒരു എണ്ണത്തിൽ വെറുതെ ചെറിയൊരു എമൗണ്ട് എടുത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യുക, ചെറിയൊരു എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 5 USD അങ്ങനെ ഏതെങ്കിലും പങ്കെടുക്കുക. ഈ സീക്രട്ട് ടവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് ആയിരുന്നു കണ്ടു കഴിഞ്ഞാൽ ഓരോ ദിവസം സീക്രട്ട് ടവറിൽ ഓരോ അവറിൽ 5 USD ഇടുന്നുണ്ട്. പക്ഷേ അതിലെ ടോട്ടൽ ബെറ്റ് എത്രയാണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. മറ്റേലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ചെയ്തിരിക്കുന്ന ബെറ്റിംഗ് എമൗണ്ട് എത്രയാണെന്ന് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഇതിലൊന്നും ടോട്ടൽ ചെയ്തിരുന്ന ബെറ്റിംഗ് എമൗണ്ട് കാണാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ കയ്യിൽ ഫണ്ടുള്ളതാണ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനുള്ളിൽ വരുന്ന എല്ലാ ടാസ്കുകളും, അതുപോലെ തന്നെ ഫാം ചെയ്യാനും ഫോർച്യൂണും സ്പിൻ വീൽ ചെയ്യാനും എല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. മാക്സിമം പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇവിടെ നിന്ന് സിമ്പിൾ ആപ്പിലേക്ക് കോയിൻസ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെന്ത് ചെയ്യില്ല, അതിവിടെ ഓപ്ഷനിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കില്ല. സോ ഇത്രയാണ് സിമ്പിൾ കോയിൻ്റെ അപ്ഡേറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റ് വന്ന് ചോദിച്ചാൽ മതി ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഒക്കെ. അടുത്ത നമ്മുടെ ടു മാർക്കിൻ്റെ അപ്ഡേറ്റ് ആണ്. സോ നമ്മുടെ എസ്കോയിൽ കണ്ട പോലെ തന്നെ ഇവിടെ നമുക്കൊരു ടു മാർക്കിലൊരു ബാഡ്ജ് ഒന്നുണ്ടാവും. സോ നിങ്ങൾക്ക് എത്ര സ്റ്റാർ കിട്ടണം എന്നുള്ള സംഭവം എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതെന്താണ് അതിൻ്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. എയർ ഡ്രോപ്പിന് ഇതൊക്കെ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് അറിയില്ല. പിന്നെ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓരോ ദിവസം ഒരു സീക്രട്ട് കോഡൊക്കെ വരും. അതെന്ത് ചെയ്യുക, അത് എല്ലാ ദിവസവും എല്ലാം എടുക്കാൻ നോക്കുക. സ്റ്റാർട്ട് ഫാമിംഗ് കൊടുത്ത് എന്ത് ചെയ്യുക, എല്ലാ കോയിൻസും മാക്സിമം കളക്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ വന്നിരിക്കുന്ന ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് പോകാൻ നോക്കുക. കാരണം ചില ടാസ്കുകളൊക്കെ എന്താണ് ടൈം ലിമിറ്റഡ് ആണ്. അതായത് ചിലപ്പോൾ ഒരു 5 അവറൊക്കെ ആ ടാസ്ക് ഉണ്ടാവുള്ളൂ. 5 അവർ ടാസ്കിനുള്ളിൽ എന്ത് ചെയ്യും, ആ ടാസ്ക് ചിലപ്പോൾ പോകും. അങ്ങനത്തെ ടാസ്കുകളൊക്കെ വന്നാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ചിലപ്പോൾ ഇൻ കേസ് ചിലപ്പോൾ എയർ ഡ്രോപ്പ് നമ്മൾ മാക്സിമം ടാസ്കൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വന്നാലോ, അതുകൊണ്ടാണ് പറഞ്ഞത് മാക്സിമം എല്ലാ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കിയോളൂ. അടുത്ത നമ്മുടെ ഡബ്ല്യു കോയിൻ്റെ അപ്ഡേറ്റ് ആണ്. സോ ഡബ്ല്യു കോയിൻ്റെ അപ്ഡേറ്റിൽ ഇനി നിങ്ങൾ മാക്സിമം സ്റ്റേക്ക് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബുദ്ധി. എനിക്കറിയാൻ പാടില്ല, സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവുമെന്ന് അറിയില്ല. കാരണം ഇത് അപ്ഡേറ്റ് മറ്റേ എയർ ഡ്രോപ്പൊക്കെ എത്താറായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നു, എനിക്കൊരു ഉറപ്പില്ല. സോ അതുകൊണ്ട് മാക്സിമം ഇത് ഇനി സ്റ്റേക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, കാരണം സ്റ്റേക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കോയിൻസ് ഇങ്ങനെ എയർ ഡ്രോപ്പിന് എടുക്കുക. ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിലായിരിക്കും വരാൻ പോകുന്നത്. അവരെ മറ്റേ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകും. നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ 10 ടണ്ണും 12 ടണ്ണൊക്കെ കിട്ടിയ ആൾക്കാരുണ്ടായിരുന്നു. 10 ടണ്ണ് 20 ടണ്ണാണാവോ, 10 ടണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ളവർക്ക് അതുപോലത്തെ ആ ആക്ടിവിറ്റീസ് ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്ഡേറ്റ് എയർ ഡ്രോപ്പ് വരാറായിട്ടുണ്ടെന്നാണ് അർത്ഥം. സോ അതുകൊണ്ട് മാക്സിമം ഞാൻ എന്തായാലും സ്റ്റേക്ക് ചെയ്യാൻ എടുക്കാറില്ല. സ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും ചെറിയ 3 ഡേയ്സിനൊക്കെ സ്റ്റേക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. 14 ഡേയ്സിൻ്റെ സ്റ്റേക്കൊക്കെ ചെയ്യേണ്ടതെന്നാണ് അഭിപ്രായം. കാരണം എപ്പോഴാണ് എയർ ഡ്രോപ്പ് വരാമെന്ന് അറിയാത്തതുകൊണ്ട്. കാരണം ഓഗസ്റ്റ് എൻഡിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ സ്റ്റാർട്ടിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്താണ് അപ്ഡേറ്റ് എന്ന് അറിയാനായിട്ട്.
പിന്നെ ഒരു അപ്ഡേറ്റ് പറയാനുള്ളത് നമ്മുടെ ക്വാക്ക് ക്വാക്കിനാണ്. സോ ക്വാക്ക് ക്വാക്കിൽ നിങ്ങൾ കുറേ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഇവിടെ മിഷൻ എന്ന സംഭവമുണ്ട്. ഈ മിഷൻസിൻ്റെ ഉള്ളിൽ എയർ ഡ്രോപ്പ് എന്ന ടാബ് കാണാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്കിവിടെ കുറേ കോയിൻസും അല്ലെങ്കിൽ കുറേ എഗ്സൊക്കെ കളക്ട് ചെയ്യും. പക്ഷേ എയർ ഡ്രോപ്പിന് നിങ്ങളുടെ കോയിൻസിന് എത്ര പെർസെൻറ്റേജ് കിട്ടുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ആസ് ഓഫ് നോ എനിക്ക് ആകെ 20% ഓഫ് ഈ റിവാർഡ് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓരോ വീക്കിൽ നമുക്ക് ഓരോ ബാഡ്ജ് കിട്ടും. ആ ബാഡ്ജിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ എയർ ഡ്രോപ്പ് കിട്ടാൻ പോകുന്നത്. സോ മാക്സിമം ഈ വീക്കിലി ബാഡ്ജ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 100% റിവാർഡ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പിന് അർഹതയായിട്ട് ചിലപ്പോൾ സപ്പോസ് വിചാരിക്കുക 1 മില്യൺ കോയിൻസ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പിന് അർഹതയായെന്ന് വിചാരിക്കുക. പക്ഷേ അതിൻ്റെ 20% മാത്രമാണ് എന്തേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ അവസ്ഥയിൽ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് വീക്കിലി വരുന്ന ഈ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ എയർ ഡ്രോപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും റീപോസ്റ്റിന് ടാസ്ക് കാണാൻ പറ്റും. അവിടെ ടാസ്കിലേക്ക് വന്ന് എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് റീപോസ്റ്റിന് ഇവിടെ ടാസ്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഈ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യും, അത് അവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡെയിലി ചെക്കിന് കിടക്കുന്നുണ്ട്. ഇപ്പോൾ 0.7 ആണ് നടക്കുന്നത്. ഈ ഡെയിലി ചെക്കിന് കിടക്കണമെങ്കിൽ ചെറിയ എമൗണ്ട് നമ്മുടെ കാറ്റിസിൽ ചെയ്യണ പോലെ ഓൺ ചെയിൻ ട്രാൻസാക്ഷൻ ചെയ്യണം. വളരെ ചെറിയൊരു സ്മോൾ എമൗണ്ട് ടണ്ണാണ് കൊടുക്കുന്നത്. ആ ടൺ എമൗണ്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡെയിലി ചെക്കിങ് കൊടുക്കാം. ഇവിടെ ഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൺ കീപ്പിലോട്ട് പോകുന്നു. എന്ത് ചെയ്യുക, ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ചെക്കിങ് ചെയ്യാം. അതുപോലെ തന്നെ ലേറ്റ് ചെക്കിൻ്റെ ഓപ്ഷനോട് ഇവിടെ ഇടുന്നുണ്ട്. അതായത് എങ്ങനെ നമ്മൾ ഏതെങ്കിലും ദിവസം മിസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ലേറ്റ് ചെക്കിന് എന്ത് ചെയ്യാം, ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതെന്തായാലും നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചോളൂ. ഇത് കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ എയർ ഡ്രോപ്പിൻ്റെ സെക്ഷനിൽ മാക്സിമം വീക്സ് ബാഡ്ജസ് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത്ര പെർസെൻറ്റേജ് റിവാർഡ് നമുക്ക് കിട്ടാനായിട്ട് എന്തായാലും മാക്സിമം നോക്കണം. അടുത്ത പറയാനുള്ളത് മേജറിൻ്റെ ആണ്. സോ മേജറിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. സോ ഇത് ബിറ്റ്ഗിറ്റായിട്ട് ഒരു കൊളാബറേഷനിലൊക്കെ വന്നിട്ടുണ്ട്. സോ ഇതിൽ വളരെ വളരെ എളുപ്പമാണ്, ഒന്നും ചെയ്യാനില്ല. കയറിയിട്ട് എല്ലാ ദിവസം വെറുതെ ഇത് ഹോൾഡ് ചെയ്യുക, നടുവിൽ കാണുന്ന സാധനം വെറുതെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 900 സംതിങ് കോയിൻസ് കിട്ടും. പിന്നെ ഇത് വെറുതെ സ്പിൻ ചെയ്ത് എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു റിവാർഡായിട്ട് നമുക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. സോ സ്പിൻ ചെയ്തിട്ട് ആകെ ഒരു 20 സെക്കൻഡ് 10 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് റിവാർഡ് കിട്ടും. എനിക്ക് മാക്സിമം ടൈം ഇട്ടുള്ളത് 500 ആണ്. യെസ്, 500ലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. സോ ഇത് കഴിഞ്ഞാൽ 500 കിട്ടും. പിന്നെ ഇവിടെ 700 ടാബിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറേ ടാസ്കുകൾ കിടക്കുന്നുണ്ടാവും. സോ ഈ ടാസ്കുകൾ നോക്കുക. ടെലഗ്രാം പ്രീമിയം ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷെയർ ആൻഡ് ടെലഗ്രാം സ്റ്റോറീസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ ക്ലോസ് ഫ്രണ്ട്സ് ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും, ഈ ടാസ്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. പിന്നെ ഇൻവൈറ്റ് ഫ്രണ്ട്സും ടൺ ചാനൽസൊക്കെ വെറുതെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പോയിൻറ്റ്സ് എന്തായാലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്നും മറക്കരുത്. എന്നെ മേജർ അടിപൊളി കോയിനാണ്. സോ ഇത് മിസ് ചെയ്യാതെ മാക്സിമം നോക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറോറ റോഞ്ചിൻ്റെ. സോ കുറോറ റോഞ്ചിൻ്റെ അപ്ഡേറ്റ് ആണ് പറയാനുള്ളത്. സോ കുറോറ റോഞ്ചിൽ ഇതുവരെ കളിക്കാത്തവരാണെങ്കിൽ 2.5 മില്യൺ ഫണ്ടിങ് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊജക്റ്റാണ് കുറോറ റോഞ്ച് എന്ന് പറയുന്നത്. സോ അതെന്തായാലും മാക്സിമം എല്ലാവരും മിസ് ചെയ്യാൻ നിൽക്കാൻ നോക്കുക. ഒരു ദിവസം കയറി ഇടയ്ക്കൊക്കെ ചെയ്ത് ടാപ്പ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് ഉണ്ട്. പക്ഷേ ടാപ്പ് ചെയ്താൽ മാത്രമാണ് മിനിമം 10 ലെവലിന് കൂട്ടണം. അതിൻ്റെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7% ആണ് അവർ എയർ ഡ്രോപ്പിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. സോ എത്ര കോയിൻസ് കിട്ടുന്ന അറിയില്ല. അവരുടെ സപ്ലൈയും വളരെ ലിമിറ്റഡ് ആണ്. സോ പിന്നെ അവർ കൃത്യമായിട്ട് വന്നിട്ട് ഹയർ ഒരു ലെവൽ ആൻഡ് റാങ്ക് ഇൻ ദ എയർ ഡ്രോപ്പ്. ആ എയർ ഡ്രോപ്പിൽ റാങ്ക് കൂടുന്നതായിരിക്കും ലെവൽ കൂടുന്നതിനനുസരിച്ച്. സോ ഇത് വളരെ അത്ര പാടുന്നില്ല കളിക്കാനായിട്ട്. വെറുതെ എന്താ പറയുക, ഇവിടെ ഒരു ബീസ്റ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രിസ്റ്റൽ മൈൻഡ് ചെയ്ത് കാണാൻ പറ്റും. സോ ഇതിങ്ങനെ വെറുതെ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ മേലെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്രിസ്റ്റൽസ് മേലെ പോകണം കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ഇത് നോ എനർജി എന്ന് കാണിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ ടാപ്പ് ചെയ്ത് എന്ത് ചെയ്യുക, ഇത് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ കാണുന്ന ഈ ക്രിസ്റ്റൽസ് ആയിരിക്കും നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്താൽ പോകുന്നത്. ഇത് ടാപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മേലെ കാണാൻ പറ്റും 77 കാണാൻ പറ്റും. ഈ 77 കൂടി ലെവൽസ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇതിനെ ടാപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ലെവൽസ് കൂടാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ടാപ്പിംഗ് ആണ് ഏറ്റവും മസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു എനർജി കാണാൻ പറ്റും. സോ നിങ്ങൾക്കിവിടെ ഒരു എനർജി ബോൾ നടക്കണ്ടാവും. ഈ എനർജി ബോൾ നിങ്ങൾ എന്ത് ചെയ്താൽ താഴെ മുട്ടാതെ ഇങ്ങനെ ടാപ്പ് ചെയ്ത്, താഴെ മുട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം താഴെ മുട്ടാതെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോയിൻറ്റ്സ് പോവും. താഴെ മുട്ടാതെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് ഇങ്ങനെ മേലെ മാത്രം മുട്ടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ആ ബോൾ പൊട്ടും. അപ്പോൾ എന്ത് ചെയ്യും, അത്യാവശ്യം എനർജി ഇവിടെ കയറും. ആ എനർജി ഫുള്ളാവും. അതിനനുസരിച്ച് നിങ്ങളുടെ ബീസിൻ്റെ പവറും കൂടാൻ പറ്റും. പിന്നെ എത്ര ആൾക്കാർ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ കാണുന്ന പോലെ ഒരു സൂപ്പർ ബീസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ എയർ ഡ്രോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ചെറിയൊരു വ്യൂ റിവാർഡ്സ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അത് റെഫർ ചെയ്താന്ന് തോന്നാം, അല്ലെങ്കിൽ എത്ര ലെവൽ കംപ്ലീറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഈ ബ്രോൺസ് ട്രഷർ ടാഗ് എന്ന് വെച്ചിട്ട് ഇത് എഗ്ഗ് കിട്ടും. ചിലവർക്ക് അത് ഗോൾഡൻ എഗ്ഗ് കിട്ടും, പിന്നെ ഡയമണ്ട് അങ്ങനെ എന്തൊക്കെ ഉണ്ട്. എനിക്ക് കിട്ടിയത് ബ്രോൺസ് ആണ്. പിന്നെ എനർജി ബോൾ ഉണ്ട്. ഈ എനർജി ബോൾ റെഡീം ചെയ്ത് എന്ത് ചെയ്യാം, നേരത്തെ കണ്ട പോലെ നിങ്ങൾ കാണുന്ന പോലെ എനർജി ബോൾ എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ നേരത്തെ പോലെ തന്നെ ഈ അപ്ഗ്രേഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓരോ സാധനങ്ങൾ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇവിടെ കാണുന്ന ഓരോ ലെവൽസ് എന്ത് ചെയ്യാം, വെറുതെ അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ പെർ അവറുള്ള കോയിൻസ് എന്ത് ചെയ്യും, അത് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ 3 സെക്ഷനുള്ള റാഞ്ചും ടെക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഓരോന്ന് അപ്ഗ്രേഡ് ചെയ്ത് കോയിൻസ് അനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്ത് പോകാനായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ ഇത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റുകളാണ്. ഈ ക്വസ്റ്റുകൾ എല്ലാതും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഇവർക്ക് ബാക്കി ഇതില്ലാന്നല്ല, പക്ഷേ ഇവരുടെ ഒരു എന്താ പറയുക, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പ്രൊജക്റ്റ് ആയാലും ഇവരുടെ ക്വസ്റ്റുകൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഞാനിതെല്ലാം
കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. സോ പക്ഷേ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഞാൻ എന്തായാലും ഒരു സമയത്ത് കംപ്ലീറ്റ് ആക്കും. മാക്സിമം എല്ലാവരും എന്ത് ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. ഈ ഒരു പ്രാവശ്യം ഞാൻ പറയുകയാണ്, ഈ 78 ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് ചെയ്താൽ മാത്രമാണ് അടുത്ത ലെവലിലേക്ക് കൂടുള്ളൂ. ഇവിടെ ഒരു പച്ച ബാറോടെ മേലെ പോകണമെന്ന് കാണാൻ പറ്റും. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഈ ഗെയിം. അത്ര കാണുമ്പോൾ വലിയ ആനച്ചക്ക കുതിരാൻ തോന്നണ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും കളിക്കാൻ നോക്കുക. കാരണം ഇത്ര ഫണ്ടിങ് ഉള്ള പ്രൊജക്റ്റ് ആയതുകൊണ്ടാണ് മിസ്സാക്കണ്ട എന്ന് പറയുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ടാബിസുവിൻ്റെ ആണ്. സോ ടാബിസിൻ്റെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരുന്നു, കോയിനാണോ ലെവലാണോ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. സോ നമ്മുടെ അവിടെ അഡ്മിൻസിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ മോർ യു ലെവലപ്പ് ദ മോർ കോയിൻസ് യു വിൽ ലേൺ, ആൻഡ് ദ മോർ കോയിൻസ് യു ഏൺ ദ മോർ അപ്ഗ്രേഡ്സ് യു ക്യാൻ മേക്ക് ടു റീച്ച് ഹയർ ലെവൽ. ദ ഹയർ ദ ലെവൽ ദ മോർ ദ എയർ ഡ്രോപ്പ്. അതായത് ലെവൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ മോർ എയർ ഡ്രോപ്പ് എന്നാണ് അവർ ഭാഗത്തു നിന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങളുടെ ലെവൽസ് കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദിവസം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുന്നത്, അതായത് 6 മണിക്കൂർ 5 മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം വരില്ലേ, 8 മണിക്കൂർ കൂടുമ്പോൾ ക്ലെയിം വരുന്നുണ്ട്. ആ ക്ലെയിം കിട്ടുന്ന എമൗണ്ട് കൂടി കൂടുന്നുണ്ട്. സോ നിങ്ങളുടെ ലെവൽസ് കൂട്ടുക, അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കൃത്യമായിട്ട് 8 മണിക്കൂർ കൂടുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ ക്ലെയിമും ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം ഒരു 50-ന് മേലെ ഏറ്റവും മാക്സിമം ലെവലാക്കാൻ നോക്കുക. ഫുള്ള് കോയിൻ ചിലവഴിക്കണമെന്നാണ് ഞാൻ പറയുക. കാരണം ചിലപ്പോൾ ലെവൽസ് വെച്ചിട്ട്, അതായത് 67 ലെവലാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് എയർ ഡ്രോപ്പ്, അതായത് ടോട്ടൽ പെർസെൻറ്റേജിന് അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഒരു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഫുള്ള് നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് ചിലവഴിച്ചിട്ട് ലെവൽസ് ഫുള്ളായിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട. കുറച്ച് കോയിൻസ് സേവ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ളത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിക്കിൻ്റെ ആണ്. സോ പ്രിക്ക് ഏകദേശം ഫസ്റ്റ് എയർ ഡ്രോപ്പോട് കൂടി നിർത്തിയെന്നാണ് തോന്നുന്നത്. കാരണം അവരുടെ നമ്മുടെ ചാർട്ട് അനാലിസിസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു റഗ് പുള്ള് നടന്ന പോലെയാണ്. റഗ് പുള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ചിലപ്പോൾ ഇവർ ഇൻവെസ്റ്റേഴ്സ് തന്നെ, അതായത് അല്ലെങ്കിൽ ഇവരുടെ ഡെവലപ്പേഴ്സ് തന്നെ എന്ത് ചെയ്തു, ഈ പ്രൈസിനെ നമ്മളൊരു ദിവസം ചാനലിൽ നമ്മൾ വാണിംഗ് എന്നുണ്ടായിരുന്നു. അതായത് ഇവർ ഓവറായിട്ട് നമ്മുടെ ഈ ഇൻഫ്ലുവൻസർ കൊണ്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും. ട്വിറ്ററിലൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ആ കോയിൻ്റെ വില ഭയങ്കരമായിട്ട് പമ്പ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഒരു പോയിൻ്റ് എത്തിയപ്പോൾ ഈ ഡെവലപ്പേഴ്സിൻ്റെ കയ്യിലേക്ക് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഹോൾഡിങ്സ് ഉണ്ടാവും ആ കോയിൻ്റെ, അവരെല്ലാം കൂടി എന്ത് ചെയ്തു, അത് സെല്ല് ചെയ്യുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, അവർ ആ പ്രൊജക്റ്റ് തന്നെ വിട്ടുപോകും. അതിനൊപ്പം തന്നെ ഒരു കാര്യം സംഭവിച്ചു, ഇവരുടെ പ്രൊജക്റ്റ് കയറിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് BTCയുടെ പ്രൈസ് കൂടി ഇടിഞ്ഞത്. സോ അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യാം, ഇവരുടെ പ്രൊജക്റ്റിനെയും ചിലപ്പോൾ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത്ര വലിയ ഇൻവെസ്റ്റേഴ്സോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ഷിറ്റ് കോയിൻ ആയിരുന്നല്ലോ. സോ അതുകൊണ്ടായിരിക്കാം. സോ ഇനി എയർ ഡ്രോപ്പ് പ്രതീക്ഷിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ ചാനൽ ത്രൂ അപ്ഡേറ്റ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ആരും ഇതിന് നോക്കിയിരിക്കേണ്ട, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ അവരുടെ ചാനലിലൊക്കെ വേറെ മറ്റുള്ള കുറേ ബോട്ടിനൊക്കെ മറ്റേ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ബോട്ടിനെ വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ എന്തായാലും മെയിൻ ചാനലിൽ എന്തായാലും ഇടാനായിട്ട് നോക്കാം. ലാസ്റ്റായിട്ട് പറയാനുള്ളത് നമ്മുടെ മെമിഫൈഡ് അപ്ഡേറ്റ് ആണ്. സോ മെമിഫൈഡ് അപ്ഡേറ്റിൽ ഇവിടെ നമുക്ക് സ്പിന്നുണ്ട്. ആ സ്പിന്ന് കുറേ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നെക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് സ്പിന്ന് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക, വെറുതെ ഇങ്ങനെ സ്പിന്നുമ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പറ്റും, അത് ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ എപ്പോഴും ഇത് ചെയ്യാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ ഈ സ്പിന്നിനെ മൾട്ടിപ്ലയർ ആക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സ്പിന്ന് X1 ആണ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യുക, സ്പിന്ന് 2 കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ സ്പിന്നിൽ 2 കംപ്ലീറ്റ് ആവും. അത് 2 കൊടുക്കാം, 3 കൊടുക്കാം, 5 കൊടുക്കാം, പിന്നെ 1000 വരെ ഉണ്ട്. 50, 150, 1000 വരെ ഉണ്ട്. സോ അത് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കിട്ടുന്ന റിവാർഡിൻ്റെ 1000 മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് അതിലുള്ള സ്പിന്നൊന്നും മിസ്സാക്കരുത്. കാരണം ഇതൊക്കെ അടുത്ത് തന്നെ വരാൻ ചാൻസ് ഉള്ള എയർ ഡ്രോപ്പാണ്. ഇതുപോലെ തന്നെ കാറ്റിസിനും വരത്തുള്ള എയർ ഡ്രോപ്പ് വരാൻ ചാൻസ് ആണ്. സോ കാറ്റിസിനെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത്, കാറ്റിസിനിലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അപ്ഡേറ്റ്, നമുക്ക് അവിടെ ഒരു റിപ്പോർട്ട് കാണാൻ സാധിക്കുമായിരുന്നു. ആ റിപ്പോർട്ട് ആരും എടുത്ത് നോക്കി നിങ്ങളുടെ ലെവലിലൊക്കെ കാണാൻ പറ്റും. ഞാനിപ്പോൾ കാണുന്നില്ല കാറ്റിസിൻ. അപ്പോൾ ആ ലെവലൊക്കെ നിങ്ങൾ കാണാൻ പറ്റും എന്തൊക്കെയാണ്. പക്ഷേ ഞാനതിലൊരു കാര്യം മിസ് ചെയ്തതാണ്. സ്ട്രേ കാറ്റിന് ഒരു $1 കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് കൊടുത്തില്ല. കൊടുത്തവർക്ക് ഒരു സ്റ്റാറോട് വെറുതെ അഡീഷണൽ കിട്ടായിരുന്നു. പക്ഷേ ഞാനത് മിസ്സാക്കി. സോ അതിലുള്ള എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യുക. മാക്സിമം അത് തുറന്ന് തന്നെ വയ്ക്കണം. തുറന്ന് തന്നെ വയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ബോട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന് വയ്ക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് മുന്നോട്ട് ഓരോ കാറ്റിൻ്റെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാറ്റിന് അടിപൊളി പ്രൊജക്റ്റാണ്, മിസ് ചെയ്യരുത്. സോ ഇത്രേ ഉള്ളൂ. ബാക്കി എല്ലാ പ്രൊജക്റ്റും നമ്മുടെ ചാനലിൽ പിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഏറ്റവും മേലെ എടുക്കുന്ന മെസ്സേജായിട്ട് പിൻ ചെയ്ത് മെസ്സേജ് എടുക്കേണ്ട നമ്മൾ കളിക്കുന്ന എല്ലാ ബോട്ടുകളും മാക്സിമം എല്ലാവരും കളിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഒരു ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. മാക്സിമം മൊബൈൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ഡൗട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ക്ലിയർ ചെയ്തും എല്ലാ ദിവസവും VC പോകേണ്ട ഇതിൻ്റെ പറ്റുകയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് തന്നെ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്, ടെസ്റ്റ് നെറ്റിന് മാത്രമായിട്ട്. സോ അതിൽ വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇതിലെ ആക്ടിവിറ്റീസ് കുറയുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് ഇന്നോവേറ്റബിൾ ആണ്. നമുക്ക് എന്തായാലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ട വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇതിൽ മിസ്സാവണം. കാണാൻ കുറേ പേർക്ക് ഡൗട്ട് വെച്ച് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ തന്നെയാണ് പ്ലാൻ. കാരണം ടോപ്പിക്സ് ആയിട്ട് തിരിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും അത് പറ്റുന്നില്ല എന്ന് പറയുന്നു. സോ അതും വേണമെങ്കിൽ മാറ്റാം. ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഡിസിഷൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്യും, ചിലപ്പോൾ ടോപ്പിക്സ് ആയിട്ട് തിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിലായിരിക്കും ചിലപ്പോൾ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മാറാൻ പോകുന്നതല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. എന്നിട്ട് ടെസ്റ്റ് നെറ്റിൻ്റെ ഡ്രോപ്പുകളൊക്കെ നമ്മൾ അതിൽ ചെയ്യും. എല്ലാവരും ടെസ്റ്റ് നെറ്റ് ചെയ്യാൻ നോക്കുക. കാരണം നല്ല റിവാർഡ് കിട്ടും. ഇപ്പോൾ നമ്മൾ ഇട്ടുന്ന മൂവ്മെൻറ്റ് എന്ന ഡ്രോപ്പാണ്. വരും ദിവസങ്ങളിൽ പുതിയ ഡ്രോപ്പുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കുറച്ച് ലെങ്തി ആയി. ബൈ.